ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു 4 to 5 വയസ്സുള്ള കുട്ടിക്കുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ മെഷർമെന്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ തന്നതാണ്. ഇപ്പോൾ ഈ ഒരു ലേസ് മെറ്റീരിയലാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഒരു ഫാബ്രിക് പെയിന്റ് വരുന്നുണ്ട്. പിന്നെ മുകളിൽ ഒരു കാശിമാല ടൈപ്പ് കോയിൻസ് ടൈപ്പ് ലേസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇത് മുകളിൽ കോട്ടൻ്റെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ താഴത്തേക്ക് വരുന്ന മെറ്റീരിയലും നമുക്ക് ടോട്ടൽ ഒരു 2 മീറ്റർ ഒക്കെ മതിയാവും കേട്ടോ. പിന്നെ ഒരു പിങ്ക് കളർ മെറ്റീരിയലും കൂടി എടുക്കുന്നുണ്ട്. നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ഷോൾഡർ വന്നിട്ട് ഞാൻ ഇവിടെ ടാപ്പ് വെച്ചിട്ട് ഏകദേശം ഒരു 4 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആം ഹോൾ ഒരു 4.5 എടുക്കുന്നുണ്ട് കേട്ടോ. സോറി, ആം ഹോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആം ഹോളിന്റെ ലെങ്ത് ഞാനൊരു 4.5 എടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. നമ്മുടെ 7.5 ആണ് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കില്ലേ ലെങ്ത്. അപ്പോൾ ഒരു 8.5 ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 8 മാർക്ക് ചെയ്തിട്ട് അവിടത്തേക്ക് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെസ്റ്റ് എടുക്കുന്നത് 5.5 ആണ്. അപ്പം 5.5 ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്യുക. പിന്നെ തയ്യൽ തുമ്പിന് എടുക്കുന്നത് ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് നോക്കാം. വേസ്റ്റ് എടുക്കുന്നത് 5.5 തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. 26 അവരെനിക്ക് തന്നത്, പക്ഷെ 5.5 തന്നെ എടുക്കുന്നത്. സൈഡിൽ വള്ളി വെച്ച് കൊടുക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി കൊടുക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെയും ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് ആം ഹോൾ വരക്കണം. നമ്മൾ നോർമലായിട്ട് നമ്മുടെ ആം ഹോൾ ഇങ്ങനെയല്ലേ വരുന്നത്, ഇങ്ങനെ വരുന്നത്. നമ്മൾ ഇത് മറ്റേ നെക്ക് കുറേ മോഡൽ ചെയ്തിട്ടില്ലേ, ആ ഒരു ടൈപ്പിലാണ് ചെയ്തെടുക്കുന്നതും. അപ്പോൾ നമ്മൾ 2 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം കൊടുക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കഴുത്തിൻ്റെ ഇറക്കം ഒരു 3/4 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3/4 ഇഞ്ച് ഇതുപോലെ ബോക്സ് ആക്കി വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ കഴുത്ത് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ കഴുത്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ കഴുത്തിൻ്റെ അടുക്ക് നമുക്കിതുപോലെ ഇങ്ങനെ നമ്മുടെ ഇവിടത്തേക്ക്, അതായത് നമ്മുടെ തയ്യൽ തുമ്പ് വരുന്ന ഭാഗമില്ലേ അവിടത്തേക്കാണ് അതിങ്ങനെ പെണ്ണോണ്ട് വരച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു പെണ്ണ് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഹീറ്റ് ഉപയോഗിച്ചിട്ട് മായ്ച്ച് കളയാൻ പറ്റുന്ന പെണ്ണാണ്. അപ്പോൾ അയൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വരച്ചതൊക്കെ മാഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ വൈറ്റിലൊക്കെ ഞാൻ ഇങ്ങനത്തെ പെണ്ണ് വെച്ചിട്ടാണ് ചെയ്തെടുക്കൽ. ചോക്കിൻ്റെ ചില സമയം ചോക്കിൻ്റെ പോവാറില്ല, അതുപോലെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ പെണ്ണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേണ്ടവർ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കുക, യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതുപോലെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്ന മെറ്റീരിയലൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പീസ് ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഒരു 1/2 ഇഞ്ച് അധികം വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അവിടെ ചെറിയൊരു ഷേപ്പ് കൊടുക്കാറുണ്ട്, ബാക്കിലേക്ക് റൗണ്ട് ഷേപ്പ്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു 1/2 ഇഞ്ച് അധികം കൊടുക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതേ അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ ഇവിടുന്ന് മാറ്റി കൊടുത്തു. പിന്നെ ബാക്കിൽ ഇതുപോലെ വന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് ഇതിങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കൊടുക്കും. നമുക്ക് ഇത് താഴത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാം, ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യണ്ട കേട്ടോ. ഇതിപ്പോൾ ബ്ലൗസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഫ്രോക്കല്ലേ ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചു ചെയ്യണ്ടെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഈ ഒരു ഗ്യാപ്പ് മതിയല്ലോ നമുക്ക് തലയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇത്രയും ഗ്യാപ്പ് കിട്ടുമല്ലോ, അത് മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത്രയും ബാക്കിൽ ഇത്രയും നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഫ്രണ്ട് നമുക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതുപോലെ കൊടുക്കണ്ട വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ശേഷമില്ലേ നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ മുകളിൽ നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആം ഹോൾ ഇതിങ്ങനെ അടിച്ചു വരാം. അതുപോലെ ഓപ്പോസിറ്റ് വശത്ത് ആം ഹോൾ ഇതുപോലെ ഒന്ന് അടിച്ചു വരാം. അതുപോലെ തന്നെയാണ് ബാക്ക് പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ബാക്ക് പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് നെക്ക് ഇതുപോലെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ഈ ഒരു ആം ഹോൾ അടിക്കുക, ഈ സൈഡത്തെ ഒരു ആം ഹോളും കൂടി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതൊക്കെ ചെയ്തു. പിന്നെ പ്രസ് സ്റ്റിച്ച് കൊടുക്കാൻ പറ്റുന്നത്രയൊക്കെ പ്രസ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ പീസ് നമുക്ക് ഫുള്ളായിട്ട് പ്രസ് സ്റ്റിച്ച് ഇടാൻ പറ്റുന്നുണ്ട്. ബാക്കത്തെ നമുക്ക് ഫുള്ള് പറ്റൂല കേട്ടോ. കുറച്ച് വരെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഓപ്പോസിറ്റ് വശം പിന്നെ നെക്കിൻ്റെ കുറച്ച് അടിച്ചിട്ടുണ്ട്. മെയിൻ ഫാബ്രിക്കും അതുപോലെ ലൈനിങ് വെച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ വെച്ചിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ട് സൈഡ് രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. സൈഡ് ജോയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലത്തെ 2 വള്ളി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം സൈഡ് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്താ സൈഡൊക്കെ അടിച്ചെടുത്ത് വള്ളിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്കിൻ്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പം നെക്ക് നമുക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവ് നോക്കണം കേട്ടോ. ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ടാപ്പ് വെക്കാം. ഏകദേശം ഒരു 4.5 കിട്ടുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വെക്കുന്ന സമയത്ത് 4.5 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 4.5 വരുന്ന സമയത്ത് 4.5 ഡബിൾ വരുന്ന സമയത്ത് 9 ഇഞ്ച് വരും. 9 ഇഞ്ചിൻ്റെ വെച്ച് 1 ഇഞ്ച് ഇവിടെയും 1 ഇഞ്ച് ഇവിടെയും ഗ്യാപ്പ് വേണം. അപ്പോൾ 9ൻ്റെ വെച്ച് 10, 11 വരും. ഇനി ബാക്ക് വശം നമുക്കിത് ഇതിങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക്
ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കൊടുക്കുക. ഞാനിപ്പോൾ പിന്നെ അര ഇഞ്ച് വീതം എടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു അര ഇഞ്ച്, ഇവിടെ ഒരു അര ഇഞ്ച്. അപ്പം അങ്ങനെ 12 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഇഞ്ചിൽ സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 3/4 ഇഞ്ച് വീതിക്കാണ് ഞാൻ കൊടുക്കുന്നത്. 3/4ൻ്റെ ഡബിൾ പറയുമ്പോൾ 1.5. 1.5 പ്ലസ് അര ഇഞ്ച് ഒരു സൈഡിലും അര ഇഞ്ച് ഒരു സൈഡിലും തയ്യെടുത്തുമ്പോൾ അങ്ങനെ 2.5 ഇഞ്ച് വീതിക്കും 12 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു അര ഇഞ്ച് മടക്കിയിട്ട് ഞാൻ ഇതുപോലെ സ്റ്റിച്ചിട്ട് എടുത്തു. ഈ സ്റ്റിച്ച് നമുക്ക് പിന്നീട് പൊട്ടിച്ച് കളയാനുള്ള സ്റ്റിച്ചാണ്. അപ്പം ഇതുപോലെ എടുത്തും അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ചെറിയൊരു ഷേപ്പ് വരച്ചെടുക്കാം. അതായത് നമുക്കത് ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നിട്ട് നമ്മുടെ കോളറിൻ്റെ ഷേപ്പിൽ ഇങ്ങനത്തെ ഇവിടെ ചെറിയൊരു ഇങ്ങനെ റൗണ്ട് കണക്ക് വരുന്നത് അങ്ങനത്തെ ഷേപ്പ് വരക്കാം. അതേപോലെ തന്നെ നമുക്കിത് ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നിട്ട് ഇങ്ങോട്ട് ചെറിയൊരു ഷേപ്പ് കൊടുക്കുക. അതിന് അതിലേ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ശേഷം നമ്മളിങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടിട്ടുണ്ട് നല്ല വശത്തേക്കും. എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ പിടിക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ പിടിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർ വരുന്നത്. അപ്പോൾ സെൻറ്റർ ഒന്നിലേക്ക് കട്ടിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ പെന്ന് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു ലൈനിങ് അടുത്ത് ഉൾവശത്ത് ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് ഇങ്ങനെ ആയിരിക്കും നമുക്ക് വരേണ്ടത്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബാക്ക് പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയല്ല നമുക്ക് വരേണ്ടത്, ഇങ്ങനെയല്ല വരേണ്ടത്. അപ്പം നേരെ ഇത് ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശം നമുക്കിതാ ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പം ഇങ്ങനെ വരണമെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഇങ്ങനെ വരും. ഇതുപോലെ ഇവിടെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ചെയ്തതിന് ശേഷം നല്ല വശത്തേക്ക് കൂടിയുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതിൻ്റെ ചാനൽ നോക്കിയാൽ മതി കേട്ടോ. ഇങ്ങനത്തെ കുറേ ഡ്രസ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ കണ്ടവർക്ക് അത് മനസ്സിലാവും കേട്ടോ. വീഡിയോ മിസ്സായതുകൊണ്ടാണ്. അപ്പം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇത്ര പോരെ നമ്മുടെ മുകളിലത്തെ വശമായി. നമുക്ക് താഴ്വശം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ആഴ്വശത്തേക്കുള്ള കട്ടിങ് നോക്കാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് കുറച്ച് താഴ്ന്നു വരുന്ന രീതിക്കാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് ലെയിൻസുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അംബ്രല ടൈപ്പിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ലെങ്ത്തും കാര്യങ്ങളും പറയാം കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞാലും പിന്നാക്ക് ലെങ്ത്ത് തന്ന 16 അര, ഫ്രണ്ടിൽ 16 അരയും ബാക്കിൽ 24 അരയാണ് അവർ ലെങ്ത്ത് തന്നിട്ടുള്ളത്. അപ്പം ഇതില്ല യോക്കിന്റെ പോർഷൻ അത് മാറ്റിയാൽ നമ്മൾ 7 ഇഞ്ച് എടുത്തില്ല, അതൊന്നും വേണ്ട. നമ്മുടെ വേസ്റ്റിന്റെ എടുക്കുന്ന താഴത്തേക്കുള്ള ലെങ്ത്താണ് തന്നിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് 16 അര, ബാക്കിലേക്ക് 24 അര അങ്ങനെ തന്നത്. അപ്പോൾ 16 അരയിൽ നിന്ന് ഞാൻ താഴത്ത് ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പിങ്ക് കളർ നമ്മൾ ലോട്ടസ് ഡിസൈന് മാച്ചായ പിങ്ക് കളർ പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ചിലാണ് ഞാൻ അത് വെച്ച് കൊടുക്കുന്നത്. 16 ഇഞ്ചിൽ നിന്ന് 2.5 ഇഞ്ച് കുറച്ചാൽ നമുക്ക് 14 ഇഞ്ച് കിട്ടും. 14 ഇഞ്ചിന് വെച്ച് 1 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൂട്ടി മുകൾ വശത്ത് ജോയിൻ ചെയ്യാനും അതുപോലെ താഴ്വശത്ത് ജോയിൻ ചെയ്യാനും വേണം. അപ്പം അതും കൂടി കൂട്ടിയിട്ട് ഞാൻ 15 ഇഞ്ചാണ് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള ലെങ്ത് എടുത്തിട്ടുള്ളത്. നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് അളവില്ലേ, വേസ്റ്റ് അളവിന് ഇപ്പം ഇത് രണ്ടായിട്ട് മടക്കിയിട്ടാണ് വെച്ചിട്ടില്ല. ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് നമുക്കിത് ഇവിടെ വേണമെങ്കിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. എവിടെയാണ് വരുന്നത് വെച്ചാലും അവിടെ മാർക്ക് ചെയ്യാം. എനിക്കിത് ഇവിടെയാണ്, ഈ ഒരു പോയിന്റാണ് വരുന്നത്. അപ്പൊ അതിനേക്കാളും കുറച്ചൊരധികം തൈ കെട്ടുമ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഏലയും മോഡല് ഇതുപോലെ ഇങ്ങനെ സൈഡിലോട്ടേക്ക് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സൈഡിലോട്ടേക്ക് ഫുള്ളായിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം കട്ട് ചെയ്ത സമയത്തില്ലേ വേസ്റ്റുകൾ എനിക്ക് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ വേസ്റ്റ് അളവായിട്ട് വരുന്നുണ്ടോ നോക്കാം കേട്ടോ. ഇതുപോലെ ഇതിന്റെ വേസ്റ്റ് അളവ് പിന്നെ സൈഡിൽ കുറച്ച് തയ്യൽ തുമ്പായിട്ടാണ് വരുന്നുള്ളത്. പിന്നെന്താ നമ്മൾ 24 ഇഞ്ചിൽ നിന്ന് 2.5 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് പിന്നെ 22 കിട്ടും. അപ്പം അതിൽ നിന്ന് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് 23 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഫ്രണ്ട് പോർഷൻ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇവിടെയാണ് നമ്മുടെ 24 വരുന്ന ആ ഒരു പോയിന്റ്.
ടാപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് വെക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ 23 വരുന്ന കറക്റ്റ് പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ഷേപ്പ് കൊടുക്കണം. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ റൗണ്ടിൽ വരുന്നല്ലേ, ഇങ്ങനെ റൗണ്ടില് ഇതുപോലെ ഈ ഒരു പോയിന്റ് നമ്മുടെ ഇവിടുന്ന്, അതായത് ഈ ഒരു മൂല വരുന്നില്ല നമ്മുടെ ഫ്രണ്ട് പോർഷന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഈ ഒരു മൂലയിന്ന് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാം. കുറച്ച് കട്ടിയിൽ വരക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കാം. ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഷേപ്പ് വരക്കാം. പിന്നെ സൈഡ് നമുക്ക് ഇവിടുന്ന് അതേ ഒരളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കും. നമുക്കിപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. അതായത് ഇതുപോലെ ഈ ഒരു ഷേപ്പാണ് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ. ഇതേ അളവിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. താഴത്തുനിന്ന് നമുക്കിത് ഈ ഒരു ഷേപ്പ്, ഇവിടെ ഷേപ്പ് ഉണ്ട് കേട്ടോ, എന്നാലും ഈ ഒരു ഷേപ്പിലേ കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്തോറും ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ ലെൻസ് മെറ്റീരിയൽ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്കിതുപോലെ ചെയ്യാൻ. നമ്പറിൽ ഇത്ര സീനില്ല കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വിടർത്തി നോക്കാം എങ്ങനെയാ കിട്ടുന്നുള്ളത്. ഇതുപോലെ 2 പീസും ഇതുപോലെ കറക്റ്റ് ആക്കി വെക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു സൈഡ് ഇത് കറക്റ്റ് ആയിട്ട് വരും. ഈ ഒരു സൈഡും കറക്റ്റ് ആയിട്ട് വരും. താഴത്ത് കണ്ടില്ലേ, ഈ ഒരു ഷേപ്പ് കണ്ടില്ലേ, ഇങ്ങനെ ഇതുപോലെ ഡിഫറൻസ് വരും കേട്ടോ. ഇങ്ങനെയാണ് അത് കിട്ടുന്നത്. ഇവിടെ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഇതുപോലെ 2ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. മടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ താഴ്വശത്ത് സ്ട്രെയിറ്റ്, ഫ്രണ്ടിലേക്ക് നമുക്ക് സ്ട്രെയിറ്റാ വന്നത്, പ്രശ്നമില്ല. ബാക്കിലേക്ക് നമുക്ക് ചെറിയൊരു ഷേപ്പ് വന്നിനല്ലോ. അപ്പൊ ഈ ഒരു ഷേപ്പിന് കണക്കായ രീതിക്ക് ഇതുപോലെ ഇങ്ങനെ മെറ്റീരിയൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് മെറ്റീരിയൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സെയിം അളവിൽ തന്നെ ഒന്ന് വരച്ചെടുക്കട്ടെ. ഇതുപോലെ ഇങ്ങനെ വെക്കാം. ബാക്ക് വശത്തേക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഇത് ആ ഒരു ഷേപ്പിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. ചോക്ക് വെച്ചിട്ട് നമുക്കിത് ഇതേ ഷേപ്പിൽ ജസ്റ്റ് ഇതൊന്ന് ഇതേപോലെ തന്നെ ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അവിടുന്ന് നമുക്ക് 2.5 ഇഞ്ചല്ലേ നമ്മൾ ഇതിന്റെ വീതി എടുക്കുന്നത്. 2.5 ഇഞ്ചാകുന്ന സമയത്ത് 1/2 ഇഞ്ച് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തു. അപ്പൊ 2.5 ഇഞ്ച് വരുന്ന സമയത്ത് 1/2 ഇഞ്ച് നമുക്ക് മുകളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വേണം. അതുപോലെ താഴത്ത് മടക്കി അടിക്കാൻ ഒരു 1/2 ഇഞ്ച് എടുക്കാം. നമുക്ക് ഇത് ലോക്ക് ചെയ്യുന്നെങ്കിൽ ലോക്ക് ചെയ്തെടുക്കാം. ലോക്ക് ചെയ്ത് കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. മെഷീനിൽ ലോക്ക് ചെയ്തെടുക്കാം. ഉരുട്ടി അടിക്കൽ വരുന്നില്ല, അങ്ങനെയാണ്. അപ്പൊ 2.5 ഇഞ്ചിന് 1/2 ഇഞ്ച് മുകളിലാവും, 3 ഇഞ്ച് താഴത്തെ ഒരു 1/2 ഇഞ്ച്. അപ്പോൾ ഒരു 3.5 ഇഞ്ച് പോട്ട് നമുക്ക് ഒരു 4 ഇഞ്ചിൽ എടുക്കാം. അപ്പൊ ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം അവിടുന്ന് നമുക്ക് താഴത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് 4 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇത് വെച്ചടിച്ചതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഇതിന്റെ താഴ്വശം ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ. നമുക്ക് സാധാരണ മെഷീനിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ മുകളിൽ ഇതുപോലെ നമ്മുടെ ഇത് പീസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് പ്രസ് സ്റ്റിച്ചും കൂടി ഇട്ടെടുക്കാം കേട്ടോ. ശേഷം നമ്മൾ ഇത് വെച്ചതിന് ശേഷം നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം കേട്ടോ. അത് ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് മുകൾ വശം കറക്റ്റ് ആക്കി വെച്ചിട്ട് താഴത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ കറക്റ്റ് ആക്കി ഇതുപോലെ വെച്ചിട്ട് ആ സൈഡൊക്കെ പിന്നെ ഊത്തി കൊടുത്തിട്ട് സൈഡ് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് എടുക്കാം കേട്ടോ. അടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൈഡ് കട്ട് ചെയ്യാനുണ്ട്. അവിടെ പീസ് കാണാൻ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ നോക്കി കണ്ട കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതും. നമുക്ക് സൈഡത്തും കട്ടൊക്കെ ചെയ്തിട്ട്, അതായത് ഇവിടെ കണ്ടില്ലേ കുറച്ച് തുച്ഛം കണ്ടില്ലേ, അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് കളയാ. എന്നിട്ട് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഞാൻ ഫ്രണ്ടിലേക്ക് ലേസും കൂടി വെച്ചിട്ടുണ്ട്.
ഇതുപോലെ 2 സ്റ്റിച്ചൊക്കെ കൊടുത്തു. നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് യോക്ക് പോർഷൻ ഇതുപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇത് എന്താ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണം അത്രേ. അപ്പൊ ഇതൊന്ന് സെറ്റ് ആയിട്ടതിന് ശേഷം അത് കട്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ വെച്ചിട്ട് ഫ്രണ്ടും സെയിം അല്ലേ വരുന്നത് നോക്കണം കേട്ടോ. അതുപോലെ നോക്കിയിട്ട് നമുക്കിതൊന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ നമുക്ക് അമ്പർലയിൽ കട്ട് ചെയ്യുന്നതാണെങ്കിൽ അമ്പർലയിൽ കട്ട് ചെയ്ത് എടുക്കട്ടെ. അത് ഫ്രണ്ടിലത്തെ ലെങ്ത് നോക്കിയിട്ട് വേണം നമ്മുടെ ലൈനിങ്ങിന്റെ എടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിലത്തെ ലെങ്ത് നമുക്ക് കൂട്ടണ്ട, കാരണം ബാക്കിൽ ഒരുപാട് അധികം ഉണ്ട്, നമുക്ക് അത്രയും വേണ്ട. ഫ്രണ്ടിലത്തെ ലെങ്ത്തിനേക്കാളും കുറച്ച് 1-2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് അമ്പർലയിൽ എടുക്കുന്നെങ്കിൽ അമ്പർല കട്ടിൽ എടുക്കാം. ഞാനിപ്പോ കുറച്ച് ഒരു നൈസ് തുണി അതുകൊണ്ട് കുറച്ച് ഫ്രില്ല് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രില്ല് ഇട്ടിട്ടാണ് ഫ്രില്ല് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ എന്താക്കുന്ന വെച്ചാൽ ഡയറക്റ്റ് ഇതിന്റെ ഉള്ളിലോട്ടേക്ക് വെച്ചു കൊടുക്കും. ഇതിന്റെ ഉള്ളിലോട്ടേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഫ്രില്ലിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടുന്ന് തന്നെയാണ് ഫ്രില്ലിട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രില്ലിട്ടതിന് ശേഷം ഇതിന്റെ ഉള്ളിലോട്ടേക്ക് വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അമ്പർലയിൽ എടുക്കാട്ടെ. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ചും കൂടി എളുപ്പം ഇതാണ് കേട്ടോ, ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം ഇതുപോലെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് റൗണ്ടിലൊന്ന് ഫ്രില്ലിട്ട് എടുത്തിട്ട് വരാട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രോക്ക് വരുന്നത്. ഫ്രോക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡ് ഇവിടെ ബട്ടൺസ് വെക്കാനുണ്ട്. ഞാനിപ്പോ ജസ്റ്റ് പിന്ന് കുത്തിയതേ ഇല്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതേ ഇല്ലൂ കേട്ടോ. പിന്നെ ബാക്കിലൊരു ബോ വരാനുണ്ട്. അപ്പൊ ഇതുപോലെയാണ് വരുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.